ഒന്ന് മാറും. സോറി. ഇതോടെ കഴിക്കുമോ? കുറച്ചുകൂടി ഹോസ്പിറ്റൽ എടുത്തോ. സിസ്റ്റർ പ്ലീസ് ടേക്ക് ദിസ്. സിന്ധു കുറച്ച് മിറ്റാടി വേഗം. ദാ വരുന്നു. Our second bed on the patient IV fluid started going. Okay, doctor. The injection will take. Sir, I'm Dr. Ravi Taragan. Doctor. I'm. Doctor, ഈ പേഷ്യന്റ് അൺകോൺഷ്യസ് ആയി. Taragan, you seem fast. Huh? Go, quick. Sir. Thanks. Taragan, Sir. is he okay? പൾസും ബി പി നോർമൽ ആണ്. Sister. പിന്നെ ഈ ഡോക്ടർ RBS കുറവാണ്. 25% dextrose. Fast, be quick. Yes, sister. Okay. Doctor, please. Taragan, our first bed കിടക്കുന്ന പേഷ്യന്റിനെ log roll ചെയ്തിട്ട് spine injury rule out ചെയ്തേര്. Quickly, be fast. Sir. ചേട്ടാ ഒരു STD ഉണ്ട്. വിളിച്ചോ. ഹലോ. എടാ ഞാനാ. നീ എത്തിയോ? ജോയിൻ ചെയ്താ? അതൊക്കെ പിന്നെ പറയാം. എടാ ഈ ലോഗ് റോൾ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? റോഡ് റോളറോ? റോഡ് റോളർ അല്ലടാ കഴുതേ, ലോഗ് റോൾ. LOGROLL. എടാ അത് നമ്മുടെ ഈ തടി ഉരുട്ടുന്നതല്ലേ? അയ്യോ എടാ ഈ കാർ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ്. ഹലോ ഹലോ. Sit down. ഏഴ് വർഷം എടുത്തല്ലേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ? That doesn't matter. In the long run, you know, it makes a very strong foundation. ജോസഫ് മുത്തായിരുന്നു പ്രിൻസിപ്പൽ. അതെ. ഞങ്ങൾ പണ്ട് 2 വർഷം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല മനുഷ്യൻ, ജെന്റിൽമാൻ. ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, സ്റ്റുഡൻസിനോടുള്ള ഒരു അമിത വാത്സല്യം. അതുകൊണ്ടാണ് തരകൻ്റെ ടെസ്റ്റ് ബോണിൽ ഇത്തരം നുണകൾ എഴുതിയിരിക്കുന്നത്. ഡോക്ടർ രവി താരകൻ is a dedicated, hard-working young doctor who regularly updates his knowledge. Blah, 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 blah. സർ എന്തിനാ എന്നെ വിളിപ്പിച്ചതെന്ന് പറഞ്ഞില്ല. തരകൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയും മെഡിക്കൽ കോളേജിലെ വീരകൃത്യങ്ങളൊക്കെ എനിക്ക് നല്ലോണം അറിയാം. പക്ഷേ ഇവിടെ അതൊന്നും നടക്കില്ല. ജോലിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. ഇവിടെ വർക്ക് ചെയ്യുന്നെങ്കിൽ പുട്ട് യുവർ ബോഡി, ഹാർട്ട് ആൻഡ് സോൾ ഇൻടു ഇറ്റ്. അതർവൈസ് യു മേ ലീവ്. സൈനു, എൻ്റെ കാര്യം പോക്ക. സാമുവൽ എന്ന ഭീകരനോടൊപ്പമായിരിക്കും ഇനിയുള്ള എൻ്റെ 2 വർഷങ്ങൾ എന്നെനിക്ക് ഓർക്കാനേ വയ്യ. ഇവിടെയുള്ള കരിങ്കൽ ഭിത്തികൾ കണ്ടാൽ ഇതൊരു ജയിലാണെന്ന് തോന്നും. സാമുവലും സിസ്റ്റർ ലൂസിയും ജയിൽ വാർഡന്മാരും. നിന്നെപ്പറ്റിയും നമ്മുടെ കോളേജിനെ പറ്റിയുമുള്ള ഓർമ്മകളാണ് എൻ്റെ ഏക ആശ്വാസം. പിന്നെ ഈ ലോകത്തെ ഏറ്റവും നല്ല കുക്ക് എൻ്റെ അമ്മയാണെന്ന് ഇവിടുത്തെ ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. നിനക്ക് ഈ ലെറ്റർ പോസ്റ്റ് ചെയ്യാൻ ഈ സ്ഥലത്തൊരു പോസ്റ്റ് ബോക്സ് പോലും ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. ആൻഡ് ഐ മിസ് യു. ഐ മിസ് യു ടെറിബിളി.
സാറേ ഒരു ചായ കുടിച്ചിട്ട് പോകാം. ആയിക്കോട്ടെ. നമസ്കാരം ഡോക്ടർ. ആ പവിത്രന്റെ ചായ എന്ന് വെച്ചാ ഈ ഭാഗത്ത് പേര് കേട്ടതാ സാറേ. എങ്ങനെയുണ്ട് സാറേ? നന്നായിട്ടുണ്ട്. അതെ സാറേ, എന്തെങ്കിലും ഒരു ദിവസം ഒരു ഡോക്ടറെ ഇത്ര അടുത്ത് കിട്ടുമ്പോ ചോദിക്കണമെന്ന് വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ കുറിപ്പടി എഴുതുമ്പോ എന്താ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ എഴുതണത്? രണ്ട് പ്ലേറ്റ് പുട്ടും കടലയും പഴവും 2 ചായ. ഡോക്ടർ അല്ലേ? അതെ, ഞാൻ ടി രമേശ്, പഞ്ചായത്ത് മെമ്പറാ. ഈ പയ്യന് ഗൾഫിൽ ഒരു ജോലി റെഡി ആയിട്ടുണ്ട്. പാസ്പോർട്ട് ഓഫീസ് വരെ ഒന്ന് പോണം, കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് നടക്കണം. അതാ ഞാൻ കൂടെ പോകുന്നത്. ഓൾ ദി ബെസ്റ്റ്. സാറിന് കഴിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. ആ ASI പുരുഷോത്തമനെ സസ്പെൻഡ് ചെയ്യിച്ചൂല്ലേ? അല്ല, അയാൾക്കത് കിട്ടേണ്ടതാ. പിന്നെ അയാൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാനാണ് സാധ്യത. അല്ല, ഡോക്ടർ പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ഞാൻ ഇത്ര നേരം ക്യൂവിൽ നിന്ന് ഇനി വയ്യിൽ നിക്കാം. നിങ്ങൾ എവിടേക്കാ പോണേ? അയ്യോ, ഞാൻ ഡോക്ടറെ കാണാൻ പോണതല്ലെന്ന്. പിന്നെ നിങ്ങൾ എങ്ങടാ പോണേ? നിന്റെ കുഞ്ഞാനറ വീട്ടിലേക്ക്. എന്നാ ഞാൻ പോയിട്ട് അടുത്താഴ്ച വരാം. ആരാ? എന്നെ മനസ്സിലായില്ല? ഇല്ല. തീരെ മനസ്സിലായില്ല? ഒട്ടും മനസ്സിലായില്ല? സാറിന്റെ ചിന്തക്കൊന്ന് ചിന്തരുത്. നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്. ചേട്ടൻ ആരാണെന്ന് പറ. സാറിന് ഒരു പരീക്ഷക്ക് പാസ്സാക്കിയതാരാ? ഞാനാ. ഇപ്പൊ മനസ്സിലായില്ലേ? ഞാനല്ലായിരുന്നു സാറിന്റെ കേസ്. Are you ready? യെസ് സർ. ഇയാൾക്ക് ഇതെന്ത് പ്രശ്നമാണെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. സിറോസിസ് ലിവർ വിത്ത് പോർട്ടൽ ഹൈപ്പർടെൻഷൻ, യൂസേജ് ഓഫ് ലിക്കർ, ഒരു ഇൻഗ്യൂനൽ ഹെർണിയുണ്ട് റൈറ്റ് സൈഡിൽ. ഹെർണിയെ പറ്റി പറഞ്ഞില്ലെങ്കിൽ തോപ്പിക്കും. എന്ത് ഹെർണിയ? ഇൻഗ്യൂനൽ. സ്പെല്ലിംഗ് ആണോ? വേണ്ട. ഡയഗ്നോസിസ് കിട്ടിയോ? യെസ് സർ. അയ്യോ, ഇത് പോരട്ടെ. തോമാച്ചൻ. ശരി, ഇപ്പൊ എന്താ പരിപാടി? പഴയ പരിപാടി തന്നെ. ഒരു സിറ്റിങ്ങിന് 2500 രൂപയാണ് എന്റെ ഫീസ്. എനിക്കിപ്പോ ധാരാളം സ്റ്റുഡൻസ് ഉണ്ട്, ഡോക്ടർമാരെ. എത്ര പേരെയാണ് ഞാൻ ഡോക്ടർമാരാക്കിയത്. എന്തിന് സാറ് വരെ പാസ്സായില്ലേ? ഇപ്പൊ എന്താ ഇവിടെ? ഞാൻ ഇവിടെയല്ലേ ഫ്രീ ടൈമിൽ താമസം. ഇവിടെയോ? ആ, ഒരു 6 മാസം മുമ്പ് മഞ്ഞപ്പിത്തമായിട്ട് മംഗലാപുരത്തൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടുത്തെ എല്ലാ ഡോക്ടർമാരും എന്നെ ചികിത്സിച്ച്. ഭാഗ്യത്തിന് ആണായതിന്റെ പേരിൽ ഗൈനോക്കോളജിസ്റ്റ് എന്നെ പരിശോധിച്ചില്ല. അവസാനം ഇവിടെ വന്ന് സാമുൽ സാറിനെ കണ്ടപ്പോ കുടി നിർത്താൻ പറഞ്ഞു. കുടി നിർത്തിയതോടെ എന്റെ അസുഖം മാറി. പക്ഷേ കുറച്ചു മെന്റലായോ എന്ന് നാട്ടുകാർക്കൊരു സംശയമുണ്ട്. ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ സാമുൽ സാറും ഞാനും തിക്ക് ഫ്രണ്ട്സാ. എനിക്ക് ഇവിടെ സ്ഥിരം റൂമുണ്ട്. റൂം നമ്പർ 10. എന്താ തോമച്ച കണ്ടു പഴയ ചങ്ങാതിയെ? ഭയങ്കര ഓർമ്മശക്തിയാ. എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. സാറിന് പറ്റിയ ആളാ. തോമാച്ചൻ റൂമിലേക്ക് ചെല്ല്. ഓ, തോമാച്ചനും ലിവർ പ്രോബ്ലം ഉണ്ട്. എനിക്ക് അറിയാം സർ. ആ അസുഖം കൊണ്ടാണ് അയാൾ ഇന്ന് ഇൻകം ഉണ്ടാക്കുന്നത്. പുവർ ഗായ്. എത്ര പറഞ്ഞാലും പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കില്ല. രാഹുൽ, ഐ ഹേറ്റ് ടു സേ ദിസ്. സർ, തരകൻ. തരകൻ കുറച്ചുകൂടി സീരിയസ് ആണ് ജോലിയിൽ. റൂം 6 പേഷ്യന്റിന് ഇന്നലെ ആന്റിബയോട്ടിക്സ് നിർത്താൻ ഞാൻ പറഞ്ഞതല്ലേ? സർ, അത് ഒരു ദിവസം കൂടി. തരകൻ, ഏറ്റവും ചെറിയ നെഗ്ലിജൻസ് പോലും ഈ പ്രൊഫഷനിൽ
ക്രൈമാണ്. റിമെമ്പർ ദാറ്റ്.